സോ ടൈപ്സ് ഓഫ് സ്റ്റെയിനിങ് ആണ്. സിമ്പിൾ സ്റ്റെയിനിങ് ഉണ്ട്, ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് ഉണ്ട്, സ്പെഷ്യൽ സ്റ്റെയിനിങ് ഉണ്ട്. സിമ്പിൾ സ്റ്റെയിനിങ്ങിനകത്ത് വരുന്നതാണ് നെഗറ്റീവ് സ്റ്റെയിനിങ്ങും പോസിറ്റീവ് സ്റ്റെയിനിങ്ങും നെഗറ്റീവ് സ്റ്റെയിനിങ്ങും. പോസിറ്റീവ് സ്റ്റെയിനിങ് എന്ന് വെച്ചാൽ ബേസിക് ആയിട്ടുള്ള ഡൈസാണ്. നെഗറ്റീവായിട്ടുള്ള ചാർജിലോട്ട് ഇത് അട്രാക്റ്റ് ചെയ്യും. വേറെ നമുക്കറിയാം ഓപ്പോസിറ്റ് പോൾസ് അട്രാക്ട് ഈച്ച് എന്നല്ല. അപ്പോൾ നെഗറ്റീവായിട്ട് സ്റ്റെയിനിങ് പോസിറ്റീവ് സ്റ്റെയിനിങ് ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവായിട്ടുള്ള മെറ്റീരിയൽസിലോട്ട് അട്രാക്റ്റഡ് ആവും. നെഗറ്റീവ് സ്റ്റെയിനിങ് ആണെന്നുണ്ടെങ്കിൽ അസിഡിക് ഡൈസ് ആണ്. ഇത് നെഗറ്റീവായിട്ടുള്ള പാർട്ടിക്കിൾസ് വരുന്ന സമയത്ത്, നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ജെനറ്റിക് മെറ്റീരിയൽസ് വരുന്ന സമയത്ത് ഇത് റിപ്പല് ചെയ്യും. ഓക്കെ, ഇനി ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ഗ്രാം സ്റ്റെയിനിങ് ഉണ്ട്, ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് ഉണ്ട്. ഇനി സ്പെഷ്യൽ സ്റ്റെയിനിങ്ങിനകത്ത് വരുന്നതാണ് എൻഡോസ്പോർ സ്റ്റെയിനിങ് ഉണ്ട്, ഫ്ലജല്ല സ്റ്റെയിനിങ് ഉണ്ട്, ക്യാപ്സ്യൂൾ സ്റ്റെയിനിങ് ഉണ്ട്. നമ്മൾ ഓൾറെഡി ഗ്രാം സ്റ്റെയിനിങ് എന്താണെന്ന്, ഗ്രാം സ്റ്റെയിനിങ്, ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആസിഡ് ഫാസ്റ്റും ഗ്രാം സ്റ്റെയിനിങ്ങും അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ എൻഡോസ്പോർ സ്റ്റെയിനിങ് ഉണ്ട്, അതിനോടൊപ്പം ഫ്ലജല്ല, ക്യാപ്സ്യൂളൊക്കെ ഉണ്ട്. ആദ്യം നമുക്ക് ക്യാപ്സ്യൂൾ സ്റ്റെയിനിങ്. അപ്പോൾ ഇതിൽ നമുക്കിപ്പം പഠിക്കാൻ പോകുന്നത് ആൽബർട്ട് സ്റ്റെയിനിങ് ആണ്. ആൽബർട്ട് സ്റ്റെയിനിങ് ഇത് നോക്കിയേ, ഫിഗർ നോക്കിയേ. ആൽബർട്ട് സ്റ്റെയിനിങ് എന്തിനാണ് ചെയ്യുന്നതെന്ന് അറിയാമോ? പറഞ്ഞുതരാം. കൊറോണി ബാക്ടീരിയം ഡിഫ്തീരിയ എന്ന് പറയുന്ന ഗ്രാം പോസിറ്റീവ് ബാക്സിലയാണ്. സ്ട്രെയിറ്റ് സ്ലൈറ്റ്ലി കേർവ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. ഇത് വി ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് പടം കാണുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാവണം ഇത് വി ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ. വി ഷേപ്പ് പോലെ തോന്നിയില്ലെങ്കിലും മെറ്റാക്രോമാറ്റിക് ഗ്രാന്യൂൾസ് ഉണ്ട്. മെറ്റാക്രോമാറ്റിക് ഇവിടെ കാണുന്നതാണ്, ഇതാണ് മെറ്റാക്രോമാറ്റിക് ഗ്രാന്യൂൾസ്. ഇത് നമ്മുടെ ബാക്ടീരിയ മെറ്റാക്രോമാറ്റിക് ഗ്രാന്യൂൾസ്. മെറ്റാക്രോമാറ്റിക് ഗ്രാന്യൂൾസിൻ്റെ കളറ് ബ്ലൂയിഷ് ബ്ലാക്ക് ആണെങ്കിൽ ബാക്ടീരിയയുടെ കളറ് ഗ്രീൻ കളറാണെന്ന് പഠിച്ചു വയ്ക്കണം. ഫൈൻ. ഇത് സിമ്പിളാണ്. ഹീറ്റ് ഫിക്സഡ് സ്മിയറിനത് വിത്ത് ആൽബർട്ട് സ്റ്റെയിനിങ് 1 2 minutes നമ്മൾ സ്റ്റാൻഡ് ചെയ്യാൻ അനുവദിക്കുക. ഇത് നന്നായിട്ട് വാട്ടർ ഇട്ട് വാഷ് ചെയ്യണം. വീണ്ടും ആൽബർട്ട് സ്റ്റെയിൻ 2 ആഡ് ചെയ്യണം. അത് 2 minutes സ്റ്റാൻഡ് ചെയ്യാൻ അനുവദിക്കണം. ദെൻ വാട്ടർ ഇട്ട് വാഷ് ചെയ്തിട്ട് ബ്ലോ ട്രൈ ആൻഡ് എക്സാമിൻ. ഓക്കെ, അപ്പം മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ വെച്ചാൽ ആൽബർട്ട് സ്റ്റെയിനിങ് കൊറോണി ബാക്ടീരിയം ഡിഫ്തീരിയ കണ്ടുപിടിക്കാനാണ് ഉപയോഗിക്കുന്നത്. അതൊരു ഗ്രാം പോസിറ്റീവായിട്ടുള്ള ബാസിലയാണ്. ഇനി ഇതിന് പുറമെ ആൽബർട്ട് സ്റ്റെയിനിങ്ങിനകത്തുള്ള കളർ ഏതൊക്കെ കിട്ടുമെന്ന് നോക്കുക. മെറ്റാക്രോമാറ്റിക് ഗ്രാന്യൂള് ഒരു ബ്ലൂ കളറാണ്, ബ്ലൂയിഷ് ബ്ലാക്ക് കളറാണ്. വേറെ ബാക്ടീരിയ ഗ്രീൻ കളറിലാണ് ഇത് അപ്പിയർ ആവുന്നത്. പ്രൊസീജിയർ എന്ന് വെച്ചാൽ ആദ്യം ഹീറ്റ് ഫിക്സഡ് സ്മിയർ വിത്ത് ആൽബർട്ട് സ്റ്റെയിനിങ് 1 ഉപയോഗിക്കുക. ദെൻ വാഷ് ചെയ്യുക. ആൽബർട്ട് സ്റ്റെയിനിങ് 2 ഒക്കെ യൂസ് ചെയ്യണം. ഓക്കെ, അടുത്താണ് നമ്മുടെ സ്പെഷ്യൽ സ്റ്റെയിനിങ് വന്നത്. ക്യാപ്സ്യൂൾ സ്റ്റെയിനിങ് ഉണ്ട്, ഫ്ലജല്ല സ്റ്റെയിനിങ് ഉണ്ട്, എൻഡോസ്പോർ സ്റ്റെയിനിങ് ഉണ്ട്. ഓക്കെ, പടങ്ങൾ എല്ലാത്തിനും ഉണ്ട്. ഇതാണ് ക്യാപ്സ്യൂൾ സ്റ്റെയിനിങ്. ക്യാപ്സ്യൂള് ബാക്ക്ഗ്രൗണ്ടുണ്ട്, ബാക്ടീരിയ ഉണ്ട്, ക്യാപ്സ്യൂളുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ബാക്ടീരിയ, ക്യാപ്സ്യൂള്. എൻഡോസ്പോറിനകത്ത് മദറുണ്ട്. വെജിറ്റേറിയൻ സെല്ല് പിങ്ക് കളറിലാണ് ഇരിക്കുന്നത്. എൻഡോസ്പോറ് ഗ്രീൻ കളറിലാണ് ഇരിക്കുന്നത്. ഫൈൻ. നെഗറ്റീവ് സ്റ്റെയിനിങ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ആസിഡ് ഡൈസ് ആയിട്ടുള്ള നിയോസിനും നൈഗ്രോസിനുമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഫ്ലജല്ലാർ സ്റ്റെയിനിങ് എന്ന് പറയുന്നത് ഫ്ലജല്ലാർ സ്റ്റെയിനിങ് തിൻ ഹെയർ ലൈക്ക് സ്ട്രക്ചറാണ്. ഫ്ലജല്ലയുടെ സൈസ് കൂട്ടാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ലോഫ്ലേഴ്സ് മോഡൻറ്റ്. ഇനി എൻഡോസ്പോർ സ്റ്റെയിനിങ് ആണെങ്കിൽ ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ പടമാണ് നമ്മൾ നേരത്തെ കണ്ടത്. എൻഡോസ്പോർ. ഓക്കെ, ദെൻ ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ജസ്റ്റ് മീഡിയം എന്താണെന്ന് പറയാം. മീഡിയം എന്ന് പറയുന്നത് ഏത് പ്ലേസിലാണോ മൈക്രോ ഓർഗാനിസം വളരുകയും അതിനാവശ്യത്തിലുള്ള ന്യൂട്രിയൻസ് കിട്ടുന്നത്, അതിനെയാണ് നമ്മൾ മീഡിയ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി അഗർ എന്ന് പറയുന്നത് സബ്സ്റ്റൻസിനെ സോളിഡിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇതിനെ 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: കൺസിസ്റ്റൻസി, കോൺസ്റ്റിറ്റ്യുവൻസ്, കെമിക്കൽ കമ്പോസിഷൻ. കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് സോളിഡ് ആണെന്നുണ്ടെങ്കിൽ
സോളിഡ് മീഡിയം ആണെന്നുണ്ടെങ്കിൽ 2% അഗാറാണ് യൂസ് ചെയ്യേണ്ടത്. എക്സാമ്പിൾ ന്യൂട്രിയൻ്റ് അഗാറും ബ്ലഡ് അഗാറും, ന്യൂട്രിയൻ്റ് അഗാറും ബ്ലഡ് അഗാറും. ഇനി ലിക്വിഡ് ആണെന്നുണ്ടെങ്കിൽ ന്യൂട്രിയൻ്റ് ബ്രോത്ത് ഉപയോഗിക്കുക. ആൻഡ് സെമി സോളിഡ് ആണെങ്കിൽ മോട്ടിലിറ്റി മീഡിയം. കൺസിസ്റ്റൻസിയുടെ ബേസ് ചെയ്തിട്ട് സോളിഡ് ഉണ്ട്. സോളിഡ് 2% അഗാറാണ്. ആൻഡ് ന്യൂട്രിയൻ്റ് അഗാറും ബ്ലഡ് അഗാറും. ന്യൂട്രിയൻ്റ് അഗാറും ന്യൂട്രിയൻറ്റും കൊടുക്കും, ന്യൂട്രിയൻസും കൊടുക്കും, അവിടെ ബ്ലഡും കൊടുക്കുക. ഇനി ലിക്വിഡ് ആണെന്നുണ്ടെങ്കിൽ ന്യൂട്രിയൻ്റ് ബ്രോത്താണ് ഉപയോഗിക്കുന്നത്. സെമി സോളിഡ് ആണെങ്കിൽ മോട്ടിലിറ്റി മീഡിയം. ഒന്നുകൂടി പറയാം, സോളിഡ് ആണെന്നുണ്ടെങ്കിൽ ന്യൂട്രിയൻ്റ് അഗാറ്, ബ്ലഡ് അഗാറ് 2% ആണ് ഉപയോഗിക്കുന്നത്. അടുത്ത ലിക്വിഡ് ആണെന്നുണ്ടെങ്കിൽ ന്യൂട്രിയൻ്റ് ബ്രോത്ത്. ദെൻ സെമി സോളിഡ് ആണെങ്കിൽ മോട്ടിലിറ്റി മീഡിയം ഉപയോഗിക്കും. അടുത്തത് കൺസിസ്റ്റൻസി അഥവാ ഇൻഗ്രീഡിയൻസിൻ്റെ ബേസിലാണെങ്കിൽ സിമ്പിൾ ഉണ്ട്, കോംപ്ലക്സ് ഉണ്ട്. സിമ്പിളിനകത്ത് ന്യൂട്രിയൻ്റ് ബ്രോത്ത്, പെപ്റ്റോൺ വാട്ടർ, ന്യൂട്രിയൻ്റ് അഗാർ. സിമ്പിളായിട്ട് പോകുന്നത് എങ്ങനെയാണ്? സിമ്പിൾ ആരാണ്? ന്യൂട്രിയൻ്റ് ബ്രോത്ത് പറയും, പെപ്റ്റോൺ വാട്ടർ, ന്യൂട്രിയൻ്റ് അഗാർ. ന്യൂട്രിയൻ്റ് ബ്രോത്ത്, ന്യൂട്രിയൻറ്റിൻ്റെ തന്നെ ബ്രോത്ത് ഉണ്ട്, ന്യൂട്രിയൻറ്റിൻ്റെ തന്നെ അഗാറുണ്ട്, പിന്നെ പെപ്റ്റോൺ വാട്ടർ. ന്യൂട്രിയൻ്റ് അഗാർ, ന്യൂട്രിയൻ്റ് ബ്രോത്ത്, പെപ്റ്റോൺ വാട്ടർ. ഓക്കെ, മീൻസ് സോൾഡും ഉണ്ട്, ലിക്വിഡും ഉണ്ട്, വാട്ടറും ഉണ്ട്. സോൾഡ്, ലിക്വിഡ്, പിന്നെ വാട്ടർ. കോംപ്ലക്സ് എന്ന് പറയുന്നത് ട്രിപ്റ്റിക് സോയ് ബ്രോത്ത്, ബ്ലഡ് അഗാറ്, ന്യൂട്രിയൻ്റ് അഗാറ്. ന്യൂട്രിയൻ്റ് അഗാറുണ്ട്, ബ്ലഡ് ഉണ്ട്, ആൻഡ് ട്രിപ്റ്റിക് സോയ് ബ്രോത്ത്. ഓക്കെ, ബ്ലഡ് അഗാറ്, ന്യൂട്രിയൻ്റ് അഗാറ്, ട്രിപ്റ്റിക് സോയ് ബ്രോത്ത്. കെമിക്കൽ കോമ്പോസിഷനെ ബേസ് ചെയ്തിട്ട് കുറേ ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. ഓക്കെ, അത് നമുക്ക് ആദ്യം ബേസൽ മീഡിയം നോക്കാം. ബേസൽ മീഡിയത്തിനകത്ത് ന്യൂട്രിയൻ്റ് അഗാറ്, ന്യൂട്രിയൻ്റ് ബ്രോത്ത് ഉണ്ട്, പെപ്റ്റോൺ വാട്ടർ ഉണ്ട്. ന്യൂട്രിയൻ്റ് ബ്രോത്ത്, ന്യൂട്രിയൻ്റ് അഗാറ്, പെപ്റ്റോൺ വാട്ടർ. അടുത്തത് എൻറിച്ച്ഡ് മീഡിയവും എൻറിച്ച്മെൻറ്റ് മീഡിയവും ഡിഫറൻസ് ഒക്കെ പലപ്പോഴും ചോദിക്കാം. എൻറിച്ച്ഡ് മീഡിയം ആണെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് അഗാറും ലോ ഫ്ലോ സെറം സ്ലോപ്പ് ബ്ലഡ് അഗാറുണ്ട്. ചോക്ലേറ്റ് അഗാറും ലോ ഫ്ലോ സെറം സ്ലോപ്പ് ബ്ലഡ് അഗാറുണ്ട്. എൻറിച്ച്മെൻറ്റ് മീഡിയം ആണെന്നുണ്ടെങ്കിൽ സെലിനേറ്റ് ബ്രോത്ത്, ആൽക്കലൈൻ പെപ്റ്റോണ്, ടെട്രാ തയനേറ്റ് ബ്രോത്ത്. അപ്പം എൻറിച്ച്മെൻറ്റ് മീഡിയം എന്തൊക്കെയാണ്? സെലിനേറ്റ് ബ്രോത്ത്, ആൽക്കലൈൻ പെപ്റ്റോണ്, ടെട്രാ തയനൈറ്റ് ബ്രോത്ത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ വരും? സെലിനേറ്റ് ബ്രോത്ത് ഉണ്ട്, ആൽക്കലൈൻ പെപ്റ്റോൺ ഉണ്ട്, ടെട്രാ തയനൈറ്റ് ബ്രോത്ത് ഉണ്ട്. അടുത്തയാണ് ഡിഫറൻഷ്യൽ മീഡിയം ഓർ ബ്ലഡ് അഗാറ്. ഡിഫറൻഷ്യൽ മീഡിയത്തിനകത്ത് ബീറ്റ ഹീമോലൈസിസ് ഉണ്ട്, ആൽഫ ഹീമോലൈസിസ് ഉണ്ട്, ഗാമ ഹീമോലൈസിസ് ഉണ്ട്. ഓക്കെ, സെലക്റ്റീവ് മീഡിയം അത് ഇമ്പോർട്ടൻ്റ് ആണ്. മെക്കോങ്കി സെലക്റ്റീവ് മീഡിയം ആണെങ്കിൽ മെക്കോങ്കി ഗ്രാം നെഗറ്റീവാണ്. മെക്കോങ്കി ഗ്രാം നെഗറ്റീവ്. TCBS വിബ്രിയോ കോളറെ. LJ മീഡിയത്തിനകത്ത് ട്യൂബർകുലോസിസ്. വിൽസൺ ആൻഡ് ബ്ലെയർ എന്ന് പറയുന്നത് സാൽമണല്ല ടൈഫി. അപ്പോൾ സെലക്റ്റീവ് മീഡിയം എന്ന് വെച്ചാൽ മെക്കോങ്കി മീഡിയം. സെലക്റ്റീവ് മീഡിയത്തിനകത്ത് മെക്കോങ്കി മീഡിയം ഗ്രാം നെഗറ്റീവാണ്. അടുത്തത് TCBS ആണെങ്കിൽ വിബ്രിയോ കോളറെ. ഓക്കെ, TCBS ആണെങ്കിൽ വിബ്രിയോ കോളറെ. LJ മീഡിയം ആണെങ്കിൽ ട്യൂബർകുലോസിസ്. ഇനി LJ മീഡിയം പിന്നെ വിൽസൺ ആൻഡ് ബ്ലെയർ ആണ് സാൽമണല്ല ടൈഫി. പൊട്ടാസ്യം ടെലൂറൈറ്റ് മീഡിയമാണ് ഡിഫ്തീരിയ ബാസിലൈ. അടുത്ത ഇനി ട്രാൻസ്മോഡ് മീഡിയം ഉണ്ട്. ഷ്വാറ്റ്സ് ബഫേർഡ് ഗ്ലിസറോൾ സലൈന്, കാരി ബ്ലെയർ ട്രാൻസ്പോർട്ട് ആൻഡ് വെങ്കിട്ടരാമകൃഷ്ണൻ മീഡിയം, പിക്സ് മീഡിയം, സ്റ്റുവർട്ട്സ് മീഡിയം. അപ്പോൾ എന്തൊക്കെയാണ്? ഷ്വാറ്റ്സ് ബഫേർഡ് ഗ്ലിസറോൾ മീഡിയം, കാരി ബ്ലെയർ ആൻഡ് രാമകൃഷ്ണൻ മീഡിയം, പിക്സ് മീഡിയം, സ്റ്റുവർട്ട്സ് മീഡിയം. അനേറോബിക്കിനകത്ത് വരുന്നതാണ് റോബർട്ട്സൺ കുക്ക്ഡ് മീറ്റ് മീഡിയവും തയോഗ്ലൈക്കണേറ്റ് മീഡിയവും. ഓക്കെ, ഇത്രയും പഠിക്കണം, MCQ ആയിട്ട് ചോദിക്കാം. ഓക്കെ, അടുത്തത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സെലക്റ്റീവ് മീഡിയം ആൻഡ് ഡിഫറൻഷ്യൽ മീഡിയം ആണ്. സെലക്റ്റീവ് മീഡിയത്തിനകത്ത് സെലക്റ്റഡ് മൈക്രോ ഓർഗാനിസത്തിന് വളരാൻ മാത്രമേ അനുവദിക്കുകയുള്ളൂ. ഡിഫറൻഷ്യൽ മീഡിയം ആണെങ്കിൽ ഡിഫറെൻറ്റ് അലോസ് ഡിഫറൻസിയേഷൻ ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് ഓർഗാനിസംസ്.
differentiation of closely related organisms. സെലക്റ്റീവിനകത്ത് യൂസ്ഡ് ഇൻ ഐസൊലേഷൻ ഓഫ് പർട്ടിക്കുലർ മൈക്രോ ഓർഗാനിസംസ്. സെലക്റ്റീവിനകത്ത് യൂസ്ഡ് ഇൻ ഐസൊലേഷൻ ഓഫ് പർട്ടിക്കുലർ മൈക്രോ ഓർഗാനിസംസ്. ചില പെർട്ടിക്കുലർ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഐസൊലേഷന് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഡിഫറൻഷ്യൽ മീഡിയം എന്ന് പറയുന്നത് യൂസ് ഇൻ ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഡിഫറൻസിയേഷൻ ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് ഓർഗാനിസംസ്. ഓക്കെ, അതാണ് ഡിഫറൻസിയേഷൻ ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് ഓർഗാനിസം. സെലക്റ്റഡ് മീഡിയത്തിന് സെലക്റ്റഡ് മൈക്രോ ഓർഗാനിസത്തിന് മാത്രമേ അനുവദിക്കൂ. ഡിഫറൻഷ്യൽ മീഡിയത്തിനകത്ത് ഡിഫറെൻറ്റ് മൈക്രോ ഓർഗാനിസത്തിന് ഗ്രോ ചെയ്യാൻ അനുവദിക്കും. സെലക്റ്റീവ് മീഡിയം എന്ന് പറയുന്നത് ഐസൊലേഷൻ ഓഫ് പർട്ടിക്കുലർ മൈക്രോ ഓർഗാനിസത്തിന്. ഡിഫറൻഷ്യൽ മീഡിയം എന്ന് പറയുന്നത് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഡിഫറൻസിയേഷൻ ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് ഓർഗാനിസം. സെലക്റ്റീവ് എന്ന് പറയുന്നത് അലോസ് ഒൺലി എ സിംഗിൾ മൈക്രോ ഓർഗാനിസംസ് ടു ഗ്രോ. ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് അലോ ദ ഗ്രോത്ത് ഓഫ് സെവറൽ ക്ലോസ്ലി റിലേറ്റഡ് ഓർഗാനിസത്തിന് ജീവിക്കും. സെലക്റ്റീവിനകത്ത് നമ്മൾ ഇൻഡിക്കേറ്റർ ഒന്നും യൂസ് ചെയ്യുന്നില്ല, പക്ഷേ ഡിഫറൻഷ്യലിനകത്ത് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സെലക്റ്റീവ് മീഡിയത്തിന് എക്സാമ്പിളാണ് സെലക്റ്റീവ് മീഡിയം എന്ന് പറയുമ്പം TCBS പറയാം നമുക്ക്. വിൽസൺ ബ്ലെയർ മീഡിയം ഫോർ സാൽമണല്ല ടൈഫി. ദെൻ വിബ്രിയോ കോളറയ്ക്ക് ചെയ്യാം. ദെൻ ട്യൂബർകുലോസിസ്, മൈക്രോബാക്ടീരിയൻ ട്യൂബർകുലോസിസിനുള്ളത്. അപ്പം കുറേ ഉണ്ട്. എന്താണ് TCBS എന്ന് വെച്ചാൽ TCBS എന്ന് പറയുന്നത് വിബ്രിയോ കോളറെ. TCBS എന്ന് വെച്ചാൽ വിബ്രിയോ കോളറെ. LJ മീഡിയം എന്ന് വെച്ചാൽ ട്യൂബർകുലോസിസിനുള്ളതാണ്. ഡിഫറൻഷ്യൽ മീഡിയം എന്ന് പറയുന്നത് ബ്ലഡ് അഗാർ മീഡിയം ഉണ്ട്, മെക്കോങ്കി അഗാറും ഉണ്ട്. ഡിഫറൻഷ്യൽ മീഡിയം ആസ് ബ്ലഡ് അഗാർ, ബീറ്റ ഹീമോലൈസിസും ആൽഫ ഹീമോലൈസിസ് അതൊക്കെ വേണമെങ്കിൽ എഴുതാം. ഓക്കെ, അടുത്തതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ എൻറിച്ച്ഡ് മീഡിയവും എൻറിച്ച്മെൻറ്റ് മീഡിയവും. എൻറിച്ച്ഡ് മീഡിയം എന്ന് പറയുന്നത് സ്പെഷ്യൽ ആയിട്ടുള്ള ന്യൂട്രിയൻസ് ആണ് ഈ മീഡിയത്തിനകത്തുള്ളത്. ഹിയർ ദ മീഡിയം കണ്ടെയ്ൻ സ്പെഷ്യൽ ന്യൂട്രിയൻ വിച്ച് സപ്പോർട്ട് ദ ഗ്രോത്ത് ഓഫ് ഫാസ്റ്റീരിയസ് മൈക്രോ ഓർഗാനിസം. എൻറിച്ച്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് നോർമൽ ഫ്ലോറ. ദെൻ എൻറിച്ച്ഡ് മീഡിയം എന്ന് പറയുന്നത് അലോസ് ദ ഗ്രോത്ത് ഓഫ് സെവറൽ വെറൈറ്റി ഓഫ് മൈക്രോ ഓർഗാനിസംസ്. അപ്പം എൻറിച്ച്ഡ് മീഡിയം എന്ന് പറയുന്നത് ദ മീഡിയം കണ്ടെയ്ന് സ്പെഷ്യൽ ന്യൂട്രിയൻസ്. എൻറിച്ച്ഡ് മീഡിയം എന്ന് പറയുമ്പോൾ ഏത് മീഡിയത്തിനകത്താണോ സ്പെഷ്യൽ ആയിട്ടുള്ള ന്യൂട്രിയൻസ് ഉള്ളത്, ദ മീഡിയം വിച്ച് കണ്ടെയ്ൻ സ്പെഷ്യൽ ന്യൂട്രിയൻസ് വിച്ച് സപ്പോർട്ട് ദ ഗ്രോത്ത് ഓഫ് ഫാസ്റ്റീഡിയസ് മൈക്രോ ഓർഗാനിസംസ്. മീഡിയത്തിനകത്ത് സ്പെഷ്യൽ ആയിട്ടുള്ള ന്യൂട്രിയൻസ് ഉണ്ട് വിച്ച് ഹെൽപ്സ് ദ ഗ്രോത്ത് ഓഫ് ഫാസ്റ്റീഡിയസ് മൈക്രോ ഓർഗാനിസംസ്. അലൗസ് ദ ഗ്രോത്ത് ഓഫ് സെവറൽ വെറൈറ്റി ഓഫ് മൈക്രോ ഓർഗാനിസംസ്. സോളിഡ് ആയിട്ടുള്ള മീഡിയമാണ്. ഇതിനകത്ത് ഇറ്റ്സ് കണ്ടെയ്ൻ സ്പെഷ്യൽ ന്യൂട്രിയൻസ് ലൈക്ക് ബ്ലഡ്, എഗ് യോക്ക്, ബ്ലഡ് ഉണ്ട്, എഗ് യോക്ക് ഉണ്ട്, സെറം ഉണ്ട്. ഓക്കെ, ഇനി എക്സാമ്പിൾ ബ്ലഡ് അഗാറുണ്ട്, ചോക്ലേറ്റ് അഗാറുണ്ട്. എൻറിച്ച്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് നോർമൽ ഫ്ലോറയുടെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യും. അലൗ ദ ഗ്രോത്ത് ഓഫ് പർട്ടിക്കുലർ മൈക്രോ ഓർഗാനിസംസ്. inhibit the growth of normal flora, allow the growth of particular microorganisms. പിന്നെ ഇത് ലിക്വിഡ് മീഡിയമാണ്. contain antibiotics, dyes and chemicals. ഇതിനകത്ത് ആൽക്കലൈൻ പെപ്റ്റോൺ വാട്ടർ പറയാം. എൻറിച്ച്മെൻ്റ് ആണ് പറയുന്നത്. എൻറിച്ച്മെൻറ്റിനകത്ത് നമ്മൾ നേരത്തെ സെലിനൈറ്റ് ബ്രോത്ത് പറഞ്ഞു. സെലിനൈറ്റ് SELENIT അതാണ് തോന്നുന്നത്, സെലിനൈറ്റ് ബ്രോത്ത്. അതെ ആണ്. പിന്നെ ആൽക്കലൈൻ പെപ്റ്റോൺ വാട്ടർ പറയാം, ടെട്രാതൈനൈഡ് ബ്രോത്തൊക്കെ പറയാം. ഓക്കെ, സോ നമ്മൾ അടുത്തതായിട്ട് പഠിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഗ്രാം സ്റ്റെയിനിങ് ആണ്. ഗ്രാം സ്റ്റെയിനിങ് ഇടുന്ന സമയത്ത് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇൻട്രഡക്ഷൻ ഉണ്ടോ എന്ന് നോക്കണം. അപ്പം ഗ്രാം സ്റ്റെയിനിങ് ഇൻട്രഡക്ഷനായിട്ട് എഴുതാനുള്ളത്, ഗ്രാം സ്റ്റെയിനിങ് കണ്ടുപിടിച്ചത് ഹാൻസ് ക്രിസ്റ്റ്യൻ ഗ്രാം ആണ്. ആൻഡ് സെൽ വാളിൻ്റെ കമ്പോസിഷൻ ബേസ് ചെയ്തുകൊണ്ട് ഗ്രാം പോസിറ്റീവ് എന്നും ഗ്രാം നെഗറ്റീവ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ക്ലാസിഫൈ ബിറ്റ്വീൻ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ ആൻഡ് ക്ലെപ്ഷിയെല്ല ന്യൂമോണിയെ. ഇതാണ് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ. ഇനി ഉപയോഗിക്കുന്ന റിയേജൻറ്റുകൾ എന്ന് പറയുന്നത് പ്രൈമറി സ്റ്റെയിൻ്റെ ക്രിസ്റ്റൽ വൈലറ്റ് ആണ്. മോർഡൻ്റ് എന്താണ് മോഡേൺ ആയിട്ട് ഉപയോഗിക്കുന്ന അയഡിൻ ട്രീറ്റ്മെൻ്റ് ആണ് ഇവിടെ. ഡീകളറൈസർ എന്ന് പറഞ്ഞിട്ട് 95%
ആൽക്കഹോള്, ഈതൈൽ ആൽക്കഹോളാണ് യൂസ് ചെയ്യുന്നത്. ദെൻ കൗണ്ടർ സ്റ്റെയിൻ, ഇവിടെ സഫ്രാനിനാണ് കൗണ്ടർ സ്റ്റെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്തത് ഇതിൻ്റെ പ്രിൻസിപ്പിളാണ്. പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ സംഭവം ഗ്രാം പോസിറ്റീവിനാണെങ്കിൽ ഒരു തിക്കറായിട്ടുള്ള സെൽ വോളാണ് ഉള്ളത്. തിക്കറായിട്ടുള്ള സെൽ വോള് കാരണം നമ്മളിപ്പം ഡീകളറൈസർ ഉപയോഗിച്ചാലും പ്രൈമറി സ്റ്റെയിൻ, വൺസ് നമ്മൾ പ്രൈമറി സ്റ്റെയിൻ ഒഴിച്ചു അതിനകത്ത് തന്നെ ഇരിക്കുന്നത്, ഡീകളറൈസർ ഉപയോഗിച്ചാൽ അത് പുറത്തോട്ട് പോകത്തില്ല. അതേസമയം നമ്മളിപ്പം ഗ്രാം നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് തിന്നായിട്ടുള്ള വോളാണ്, പെട്ടെന്ന് തന്നെ പുറത്തോട്ട് പോവാനായിട്ട് പറ്റും. അപ്പോൾ ക്രിസ്റ്റൽ വയലറ്റ് ഉപയോഗിച്ച് എല്ലാം പുറത്തോട്ട് പോയി നമ്മൾ വീണ്ടും സഫ്രാൻ ആഡ് ചെയ്യുമ്പോൾ സഫ്രാനിൻ്റെ കളർ റീറ്റെയിൻ ചെയ്യും. അതാണ് ആ ഒരു പ്രിൻസിപ്പിളിനകത്ത് പറയുന്നത്. ആ സെൽ വോളിൻ്റെ കമ്പോസിഷൻ്റെ കാര്യം നമ്മൾ എടുത്ത് പറയണം. ഓക്കെ, കാരണം നമ്മൾ ഈ പറയുന്ന ആൽക്കഹോളോ അസറ്റോണോ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഡീകളറൈസറാണ് ഈ ആൽക്കഹോൾ, അത് ലിപ്പിഡ് മെമ്പറൈനെ സൊല്യൂബിലൈസ് ചെയ്ത് ഡിസോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയ്ക്ക് ഒരു അഡീഷണൽ മെമ്പറൈൻ ഉണ്ട് അപ്പാർട്ട് ഫ്രം ദ സൈറ്റോപ്ലാസം മെമ്പറൈന്. ഇത് മൂവ് ലിപ്പിഡ്സ് ആൻഡ് ലോസ് ദ ഫോമിങ് പോഴ്സ്. ആ പോഴ്സൊക്കെ ആണെങ്കിൽ അങ്ങ് നഷ്ടപ്പെടാൻ കാരണം. അപ്പോൾ പ്രിൻസിപ്പിൾ എഴുതുമ്പോഴത്തേക്ക് എഴുതേണ്ട കാര്യങ്ങൾ, ഒന്ന് തിക്കറായിട്ടുള്ള സെൽ വോളാണ്, തിൻ സെൽ വോളിൻ്റെ കാര്യം പറയണം. പോർസ് ഗ്രാം പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി അടയുന്നുണ്ട്. വൺസ് ക്രിസ്റ്റൽ വയലറ്റ് ആഡ് ചെയ്യുമ്പോൾ പോർസ് എല്ലാം അടയുന്നുണ്ട്, ക്രിസ്റ്റൽ വയലറ്റിന് പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല. ഇനി അതേസമയം ഇപ്പുറത്ത് നെഗറ്റീവിനകത്ത് തിന്നായിട്ടുള്ള വോളാണ്, ആൻഡ് ലിപ്പിഡ്സ് നഷ്ടമാവുന്ന സമയത്ത് പോഴ്സൊക്കെ തുറക്കുന്നുണ്ട്, പോഴ്സ് എല്ലാം നഷ്ടമാവുന്നുണ്ട്. അങ്ങനെ കളറ് ഏത് ഡീകളറൈസറാണ് ഉപയോഗിക്കുന്നത്, ഡീകളറൈസർ ഉപയോഗിച്ചിട്ട് നമ്മൾ കൗണ്ടർ സ്റ്റെയിൻ ഉപയോഗിക്കുമല്ലോ, അപ്പോൾ ആ കൗണ്ടർ സ്റ്റെയിൻ്റെ കളറായിരിക്കും ഒബ്റ്റെയിൻ ചെയ്യുന്നത്, അത് പറയണം. പിന്നെ മൂന്നാമതായിട്ട് പറയാനുള്ളത് അതിൻ്റെ പ്രൊസീജിയറാണ്. പ്രൊസീജിയർ ആദ്യം ഒരു ക്ലീൻ ആയിട്ടുള്ള ഗ്ലാസ് സ്ലൈഡ് എടുക്കണം. അതിനകത്തോട്ട് ലിക്വിഡ് കൾച്ചർ പ്ലേസ് ചെയ്യണം. ഏത് ബാക്ടീരിയൽ കോളനിയാണ് നമ്മൾ നോക്കേണ്ടത്, ആ ഒരു ലിക്വിഡ് കൾച്ചർ ആ ക്ലീൻ ആയിട്ടുള്ള സ്റ്റെറൈൽ ഗ്ലാസ് സ്ലൈഡിലോട്ട് വെക്കണം. ദെൻ അത് മൊത്തം നന്നായിട്ട് സ്പ്രെഡ് ചെയ്യണം. ആൻഡ് ദ സെൽസ് ആർ ഹീറ്റ് ഫിക്സ്ഡ്. ഓക്കെ, അപ്പോൾ ഹീറ്റ് ഫിക്സേഷൻ നടത്തണം. ദെൻ ക്രിസ്റ്റൽ വയലറ്റ് സൊല്യൂഷൻ പ്രൈമറി സ്റ്റെയിന് 1 മിനിറ്റത്തേക്ക് ഒരു മിനിറ്റത്തേക്ക് ഈ ക്രിസ്റ്റൽ വയലറ്റ് കംപ്ലീറ്റ്ലി ആ ഒരു സ്ലൈഡ് മൊത്തമായിട്ട് ഇടണം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഒരു എത്ര 5 സെക്കൻഡ് കൂടുതലാവാൻ പാടില്ല, അപ്പം തന്നെ അങ്ങ് വാഷ് ചെയ്തെടുക്കണം. എന്നിട്ട് ഡ്രെയിൻ ചെയ്യണം. വീണ്ടും നമ്മൾ അടുത്ത ആരായിരുന്നു, മോഡൻ്റ് ആയിട്ടുള്ള ഗ്രാം സൈഡിന് എടുക്കണം. അത് 1 മിനിറ്റത്തേക്കൊന്ന് ഫ്ലഡ് ചെയ്യാനായിട്ട് അനുവദിക്കണം സ്ലൈഡിൽ. ദെൻ വീണ്ടും വാട്ടർ വെച്ച് വാഷ് ചെയ്തിട്ട് ഡ്രെയിൻ ചെയ്തെടുക്കുക. മൂന്നാമത് ഡീകളറൈസർ ഉപയോഗിക്കുക. ഇവിടെ യൂസ് ചെയ്യുന്ന 95% ആൽക്കഹോളാണ്, ഈതൈൽ ആൽക്കഹോള്. അത് 10% 10 സെക്കൻഡ്സ് മതിയാവും. 10 സെക്കൻഡ്സിന് വാഷ് ചെയ്ത് 10 സെക്കൻഡ് എടുത്തിട്ട് ഫ്ലഡ് ചെയ്യണം. എന്നിട്ട് കുറച്ച് സെക്കൻഡിനുള്ളിൽ തന്നെ വാഷ് ചെയ്തെടുക്കണം. പിന്നെ ഡ്രെയിൻ ചെയ്യണം. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് നാലാമത്തതാണ്. നാലാമത്തെ സ്റ്റെപ്പ് ആരായിരുന്നു, സെഫ്രാനിൻ ആഡ് ചെയ്യുക. അതൊരു 30 സെക്കൻഡ് മാത്രം ആഡ് ചെയ്താൽ മതിയായിരിക്കും. ദെൻ ടേപ്പ് വാട്ടർ വെച്ച് വാഷ് ചെയ്ത് കളയുക. അപ്പം ആദ്യം ചെയ്യേണ്ടത് 1 മിനിറ്റ് എടുത്തിട്ട് പ്രൈമറി സ്റ്റെയിൻ ആഡ് ചെയ്യണം, ദറ്റ് ഈസ് ക്രിസ്റ്റൽ വയലറ്റ്. അത് സെൽസ് എല്ലാം ഹീറ്റ് ഫിക്സേഷൻ നടത്തണം. ക്രിസ്റ്റൽ വയലറ്റ് 1 മിനിറ്റ് ഒന്ന് ഫ്ലഡ് ചെയ്യാനായിട്ട് അനുവദിച്ചിട്ട് ജസ്റ്റ് വെള്ളത്തിട്ട് വാഷ് ചെയ്തെടുക്കുക. രണ്ടാമത്തത് അയഡിൻ ട്രീറ്റ്മെൻറ്റ്, ഗ്രാം സൈഡിൻ എടുക്കുക, 1 മിനിറ്റ് ഫ്ലഡ് ചെയ്യാൻ അനുവദിക്കുക, വാഷ് ചെയ്തെടുക്കുക. മൂന്നാമത്തത് ആൽക്കഹോൾ വാഷാണ്, ഡീകളറൈസർ ആക്ട് ചെയ്യും, എത്തലീന്. ഇത് ഒരു 10 സെക്കൻഡ് മാത്രം ഫ്ലഡ് ചെയ്യാൻ അനുവദിച്ചാൽ മതി. നാലാമതായിട്ട് ഉപയോഗിക്കുന്നതാണ് സെഫ്രാനിൻ. ഇത് നോക്കണം കേട്ടോ, സെഫ്രാനിൻ ആഡ് ചെയ്യുക. സെഫ്രാനിൽ ആഡ് ചെയ്യുന്ന സമയത്ത്
ഗ്രാം പോസിറ്റീവ് ആണെങ്കിൽ ആ കളർ തന്നെ റീറ്റെയിൻ ചെയ്യും, ക്രിസ്റ്റൽ വയലറ്റിൻ്റെ കളർ തന്നെ വയലറ്റ്. അതേസമയം ഗ്രാം നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ആ ലിപ്പിഡ് ലെയറൊക്കെ സൊല്യൂബിളൈസ് ആയിപ്പോയി, പോർസ് എല്ലാം ഓപ്പൺ ആയി എന്ന് പറഞ്ഞ് അങ്ങനെ സഫ്രാനിൻ്റെ കളറ് കിട്ടും ഇതിന്. ഓക്കെ, അറ്റ് ദ എൻഡ് ഓഫ് ദ ഗ്രാം സ്റ്റെയിനിങ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ വയലറ്റ് ആവും, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ പിങ്ക് ആവും. സ്റ്റെഫൈലോകോക്കസും ഈക്കോളയുമാണ് എക്സാമ്പിൾ. ഫൈൻ, ഡൗട്ടൊന്നുമില്ലല്ലോ. ഇനി പടം കാണിച്ചു തരാം. ഗ്രാം പോസിറ്റീവ് എന്നാൽ ഗ്രാം നെഗറ്റീവ് എന്ന് എഴുതുക, ഫിക്സേഷൻ എഴുതുക രണ്ടിടത്തും. ഓക്കെ, ഫിക്സേഷൻ്റെ സമയത്ത് ഇത് ഈ കളർ അല്ല കേട്ടോ. ഫിക്സേഷന് നോർമലായിട്ട് സെല്ല് വരച്ചാൽ മതി, ഇവിടെ കളറൊന്നും വരയ്ക്കണ്ട. ഞാൻ വയലറ്റ് വരയ്ക്കുക. ഐഡിയൻ ട്രീറ്റ്മെൻറ്റ് നടത്തുമ്പം ഇപ്പം ഈ ഒരു ഡാർക്ക് വയലറ്റിൽ നിന്ന് മാറി കുറച്ചൊരു പെയിൽ വയലറ്റിലോട്ട് മാറി. ഡീകളറൈസർ ഉപയോഗിക്കുമ്പോഴത്തേക്കും ഇവിടെ വയലറ്റ് ആയിരിക്കും, പക്ഷെ ഇവിടെ കളർലെസ് ആയിരിക്കും കാണിക്കുന്നത്. പിന്നെ നമ്മൾ അവസാനം കൗണ്ടർ സ്റ്റെയിൻ ആയിട്ടുള്ള സഫ്രാനിൻ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഗ്രാം പോസിറ്റീവ് ആണെങ്കിൽ വയലറ്റും ഗ്രാം നെഗറ്റീവ് ആണെങ്കിൽ പിങ്ക് കളറും കിട്ടും. ഓക്കെ, ഇതാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ എഴുതണം? ഇൻട്രഡക്ഷൻ പറയണം. ഏതൊക്കെ ഇൻട്രഡക്ഷൻ? റീഏജൻറ്റുകൾ. അപ്പം മറന്നു പോയത്, ഇൻട്രഡക്ഷൻ പറയണം, റിയേജൻറ്റുകൾ പറയണം, ഇൻട്രൊഡ്യൂസ് ചെയ്യണം, റിയേജൻറ്റുകൾ പറയണം, അതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം, പ്രൊസീജിയർ നന്നായിട്ട് പറഞ്ഞു കൊടുക്കും, ഡയഗ്രാം വരയ്ക്കണം, എക്സാമ്പിൾസ് പറഞ്ഞു കൊടുക്കും. സോ ഇൻട്രഡക്ഷൻ പറയുക, റിയേജൻറ്റ് ഉപയോഗിക്കുക, ദെൻ പ്രിൻസിപ്പിൾ എന്താണെന്ന് പറഞ്ഞു കൊടുക്കും, ദെൻ പ്രൊസീജിയർ, ഡയഗ്രാം ആൻഡ് എക്സാമ്പിൾസ്. അപ്പോൾ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്. ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്ങിനകത്ത് ഇത്രയും നമ്മൾ പറഞ്ഞു, സെൽ വാളിനെ ബേസ് ചെയ്തിട്ട് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ഉണ്ടെന്ന്, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ഉണ്ടെന്ന്. ഈ ചില ബാക്ടീരിയയ്ക്ക് നമ്മൾ നോർമലായിട്ട് ഈ പറയുന്ന ഗ്രാം സ്റ്റെയിനിങ് ചെയ്തെന്നും പറഞ്ഞ് കണ്ടെത്താനായിട്ട് പറ്റൂല. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റെയിനിങ് ആണ് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്. ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് കണ്ടെത്തുന്നത് രണ്ട് ഓർഗാനിസത്തിന് വേണ്ടിയാണ്, മൈക്രോ ബാക്ടീരിയയും കൂടാതെ തന്നെ നൊക്കാർഡിയ. ഈ പറയുന്ന ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയക്കകത്ത് ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ ഉണ്ട്, നോൺ ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ ഉണ്ട്. ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയക്കകത്താണെങ്കിൽ മൈക്കോലിക് ആസിഡാണ് ഇതിൻ്റെ ചുറ്റുമായിട്ട് കാണുന്നത്. ഓക്കെ, അതൊക്കെ നമുക്ക് പറയാം. സോ ഇതിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് സീൽ നെൽസൺ സ്റ്റെയിനിങ്. ഓക്കെ, അപ്പം ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് മൈക്രോ ബാക്ടീരിയ നൊക്കാർഡിയ പോലുള്ള ഓർഗാനിസത്തിനെ കണ്ടെത്താൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് ലാർജ് എമൗണ്ട് ഓഫ് ലിപ്പിഡ്സും വാക്സസും ആണ് അവരുടെ സെൽ വാളിൽ അടങ്ങിയിരിക്കുന്ന, പ്രൈമറിലി മൈക്കോലിക് ആസിഡ്. അപ്പം പറയണം, ആസിഡ് ഫാസ്റ്റ് സെൽസ് കണ്ടെയ്നിങ് ലാർജ് എമൗണ്ട് ഓഫ് മൈക്കോലിക് ആസിഡ് വിച്ച് കനോട്ട് ബി ഐഡൻറ്റിഫൈഡ് ബൈ സ്റ്റെയിനിങ് വിത്ത് ഗ്രാം സ്റ്റെയിനിങ്, ഡൺ ബൈ ഗ്രാം സ്റ്റെയിനിങ്. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഇൻട്രഡക്ഷൻ. അടുത്ത നമ്മൾ എന്ത് പറയും? റിയേജൻറ്റുകൾ എന്തെന്ന് പറയും. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൈമറി സ്റ്റെയിൻ എന്ന് പറയുന്നത് കാർബോൺ ഫ്യൂഷനാണ്. സെക്കൻഡറിന്ന് ഇപ്പം അതിന് ശേഷം നമ്മൾ പ്രൈമറി സ്റ്റെയിൻ ഉപയോഗിച്ച ശേഷം മോർഡൻ്റ് ഉപയോഗിക്കും, അതിവിടെ ഫീനോളായിട്ട് പറയാം. അടുത്ത ഡീകളറൈസർ 20% സൾഫ്യൂരിക് ആസിഡാണ്. ആൻഡ് കൗണ്ടർ സ്റ്റെയിൻ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ലോഫ്ലേഴ്സ് മെത്തലീൻ ബ്ലൂ. ഓക്കെ, അപ്പോൾ റിയേജൻ്റ് എല്ലാം കിട്ടി. ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ ഈ പറയുന്ന മൈക്രോ ബാക്ടീരിയത്തിൻ്റെ സെൽ വാളിൽ കാണുന്ന മൈക്കോലിക് ആസിഡ് നോർമലായിട്ടുള്ള ഓർഡിനറി സ്റ്റെയിനിങ് ടെക്നിക്കിനോട് ഇംപെർമിയബിൾ ആണ്, നമ്മൾ ഓൾറെഡി എഴുതി. അതുകൊണ്ട് തന്നെ നമ്മൾ അനലിൻ ഡൈ വെച്ചിട്ട് വേണം സ്റ്റെയിൻ ചെയ്യാനായിട്ടുള്ളത്. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് വാക്സസ് ഒക്കെ സോഫൺ ആവും സെൽ വാളിലുള്ള. ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കും അപ്പോൾ ആദ്യം പറയാനുള്ളത് സാധാരണ പ്രൊസീജിയർ എന്ന് വെച്ചാൽ ഗ്രാം സ്റ്റെയിനിങ് ആണ്. പക്ഷേ ഇവിടെ മൈക്കോലിക് ആസിഡ് ഉള്ളത് കൊണ്ട് തന്നെ മൈക്രോ ബാക്ടീരിയ നമുക്ക് ഗ്രാം സ്റ്റെയിനിങ് കണ്ടെത്താനായിട്ട് പറ്റൂല. അതുകൊണ്ട് അനലിൻ ഡൈ ഉപയോഗിക്കണം. ആൻഡ് ഹീറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കണം, ഹീറ്റ് ആൻഡ് ഫീനോൾ. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് സെൽ വാളിലുള്ള വാക്സ് ഒക്കെ സോഫൺ ആവുകയും അലോ ദ സ്റ്റെയിൻ ടു എൻ്റർ, സ്റ്റെയിനിനെ എൻ്റർ ആവാനായിട്ട് അനുവദിക്കും. ദ ഫ്യൂഷൻ ഡൈ ഈസ് മോർ സോല്യൂബിൾ ഇൻ ഫീനോൾ ദാൻ ഇൻ വാട്ടർ ഓർ ആൽക്കഹോൾ. ആൽക്കഹോളിനെക്കാട്ടും
വാട്ടറിനെക്കാട്ടും കൂടുതൽ സോലുബിളാണ് ഈ ഫ്യൂഷൻ ഡൈ. ഓക്കെ, ഫ്യൂഷൻ ഡൈ ഈസ് മോർ സോലുബിൾ ഇൻ ഫീനോൾ ദാൻ ഇൻ വാട്ടർ ഓർ ആൽക്കഹോൾ. ഫീനോൾ ഇൻ ടേൺ ഈസ് മോർ സോലുബിൾ ഇൻ ലിപ്പിഡ്സ് ആൻഡ് വാക്സസ്. അപ്പം പ്രിൻസിപ്പിൾ ഓഫ് ഫാസ്റ്റ് സ്റ്റെയിനിങ് എന്ന് വെച്ചാൽ വാക്സി മൈക്കോലിക് സെല്ല് ഓർഡിനറി സ്റ്റെയിനിങ് ടെക്നിക്കിനോട് ഇംപെർമിയബിൾ ആണ്. ഓക്കെ.